എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ഈ ഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നത് എന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. യേശു കർത്താവ് പറഞ്ഞത് രഹസ്യ പ്രാർത്ഥന അതിൻ്റെ പ്രാധാന്യം വെളിവാക്കാനാണ്. നാം പരസ്യമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവർ കേൾക്ക പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല വിടുതൽ. മനുഷ്യരല്ലല്ലോ കേൾക്കേണ്ടത്, നമ്മുടെ കർത്താവാണ് കേൾക്കേണ്ടത്. അപ്പം കർത്താവിനോട് ചോദിക്കരുതെന്നോ പറയല്ലെന്നോ അല്ല. കർത്താവ് പറഞ്ഞിട്ട് ചോദിപ്പിനെന്നാൽ നിങ്ങൾ കിട്ടും. തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷെ അത് മനുഷ്യരെ കേൾപ്പിക്കാൻ വണ്ണ ഒരു ചോദ്യമാകരുത്, മറ്റുള്ളവർ കേൾക്കാൻ. ജാതികൾ അതാണ് ഇവിടെ പറയുന്നത്. രഹസ്യത്തിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രഹസ്യ പ്രാർത്ഥന അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ 6-ാം അധ്യായത്തിൽ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നതും പരസ്യമായി ചെയ്യുന്നതല്ല പ്രതിഫലം കിട്ടാനുള്ള കാര്യം, രഹസ്യത്തിൽ ചെയ്യുന്ന. ദൈവം എപ്പോഴും അങ്ങനെയാണ്. അവിടെ പറയാം, മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതെ ഇരിപ്പാൻ സൂക്ഷിപ്പി. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, രഹസ്യത്തിൽ വേണം നാം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയാണ്, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന്, എന്ന് വെച്ചാൽ രഹസ്യത്തിലായിരിക്കണം. വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് നമ്മെ ദിനംതോറും അറിയുന്ന കർത്താവാണ്. ആ കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ട്. ആ വചനം പറയാൻ, ആടുകളെ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ അവയെ അറിയുന്നു. ഇന്ന് വാസ്തവമായി നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ നല്ലതായിട്ട് അറിയുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വിഷയങ്ങളുണ്ടാകാം, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു കാരണവശാലും തളർന്നു പോകരുത്, നിരാശപ്പെടരുത്, ധൈര്യത്തോടെ ഇരിക്കണം. മനുഷ്യരോട് നിങ്ങളുടെ ചില വിഷയങ്ങൾ മനുഷ്യരെ കേൾക്ക പറഞ്ഞാൽ അവർ തന്നെ ചില സമയത്ത് മറ്റുള്ളവരോട് പറഞ്ഞത് ഒരു നിങ്ങളെ കളിയാക്കുന്ന രൂപത്തിലേക്ക് മാറാം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, നിങ്ങളുടെ സങ്കടം
രഹസ്യത്തിലുള്ള പിതാവിനോട് പറയണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 5-ാം വാക്യം മുതൽ പറയുന്നത് രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയാം, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റാണ്. രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കും. നമുക്ക് കുടുംബ പ്രാർത്ഥന ആവശ്യമാണ്. യെസ്. എന്നാൽ അപ്പോൾ തന്നെ വ്യക്തിപരമായ ഒരു പ്രയർ, വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ളൊരു ബന്ധം, അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇവിടെ പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ സംസാരിക്കുക, പറയുക എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നിട്ട് പറയാം, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നും. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചിലർ പറയും, വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, വീണ്ടും ഒന്ന് നോ, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിച്ചാൽ തരാത്തൊരു കർത്താവല്ല നമ്മുടെ കർത്താവ്, നമ്മുടെ സ്വർഗീയ പിതാവ്. ചോദിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്രയധികം നൽകുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കുമെന്ന വിധേന പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയോ, ചിലർ പറയും ഒരു 100 പ്രാവശ്യം ഒരു പ്രാർത്ഥന, അതിൻ്റെ ആവശ്യമില്ല. രഹസ്യത്തിലുള്ള പിതാവിനെ അറിയിക്കുക മതി. അവിടെ പറയുകയാണ്, അപ്പോൾ തന്നെ വേറൊരു രസകരമായ കാര്യം കൂടെ പറയുകയാണ്, കർത്താവിന് ഇതെല്ലാം അറിയുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പെൻസിൽ വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ പെൻസിൽ കൊടുക്കും, അത് സത്യം തന്നെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഫീസിന് സമയത്ത് ഫീസ് വേണമെന്ന് പറയും, പക്ഷേ വാസ്തവമായി പിതാവിന് അറിയില്ലേ ആ ഫീസ് കൊടുക്കേണ്ട ദിവസമാണോ ആ പിതാവ് ഫീസ് കരുതുന്നത്? അല്ല, മുന്നമേ കരുതിയിട്ടുണ്ട്. അതൊന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് ലഭിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിയുന്നുണ്ട് പിതാവ്. ഈ ഭൂമിയിലെ പിതാവ് മക്കളുടെ ആവശ്യങ്ങൾ മുന്നമേ അറിഞ്ഞ്, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനും, ഒരു ആൺകുഞ്ഞാണെങ്കിലും അതിനെ വളർത്താനുള്ള പണം സ്വരൂപിച്ച്, പെൺകൊച്ചിനെയാണെങ്കിൽ വിവാഹം കഴിച്ച് മക്കളെയൊക്കെയാണ് ജോലിക്ക് വിടാൻ വേണ്ടി അതിനുവേണ്ടി മാതാപിതാക്കൾ പണം സ്വരൂപിച്ച് വെക്കുന്നു, മുന്നമേ കരുതി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമുക്കായി എന്തെല്ലാം കരുതി വച്ചിരിക്കുന്നു. കർത്താവിനെല്ലാം അറിയില്ലേ? ഇത് പറഞ്ഞാൽ, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഈ അധ്യായത്തിൽ തന്നെ 12:30 പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. വയലിലെ പുല്ലിനെയൊക്കെ ഇങ്ങനെ ദൈവം ചമയിക്കുന്നെങ്കിൽ നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും എത്ര അധികമായി കർത്താവ് സ്നേഹിക്കുന്നു എന്ന് മറന്നുപോകരുത്. മത്തായി 6:32 പറയുകയാണ്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. പിതാവാം ദൈവത്തിന് ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് പിതാവാം ദൈവം അറിയുന്നുവല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 29-30, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ലഭിക്കും. ഇന്ന് ഭാരപ്പെടരുത്. നിങ്ങൾ പോകുന്ന വിഷയത്തിൽ ഭയത്തോടെ ഇരിക്കരുത്. കാര്യം, നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതോടുകൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുന്നു, അവകാശികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ലോക മനുഷ്യരെ പോലെ നമ്മളാകരുത്. മറ്റുള്ളവരൊക്കെയൊക്കെ കൂടുതൽ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, നാം രഹസ്യത്തിൽ നമ്മുടെ പിതാവിനോട് ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാതിലടച്ച് രഹസ്യത്തിൽ
ഉള്ള പിതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ സ്വർഗസ്ഥനായ പിതാവ് അതറിഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അവിടുത്തെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ മുറിയടച്ച് ആരും കേൾക്കാതെ ഞങ്ങളുടെ വേദനകളെ കർത്താവിനോട് ഈ ദിവസങ്ങളിൽ അറിയിക്കാനും, അപ്പോൾ തന്നെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നമേ അവിടുന്ന് ഇതുവെല്ലാം ഒരുക്കി അറിഞ്ഞ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിടുതലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അതുകൊണ്ട് ഒന്നിനെ ഓർത്തും നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ തന്നെ സ്വർഗീയ പിതാവ് അറിയുന്നല്ലോ. കർത്താവ് എല്ലാം നന്മയ്ക്കായി മാറ്റും, എല്ലാം അനുഗ്രഹത്തിനായി മാറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ